ഉണ്ണി നമുക്ക് കുറച്ചുകൂടി ബ്ലാക്ക് ആക്കിയല്ലോ. ഇല്ല സർ, ഇത് ബെറ്ററാ. ഇതൊക്കെ സി പടത്തിനെ പറ്റി എനിക്കറിയില്ല, പക്ഷെ കുറച്ചുകൂടി ബ്ലാക്ക് ആക്കിയാൽ അവാർഡൊക്കെ കിട്ടാം. മിസ്റ്റർ ഉണ്ണി, എനിക്ക് ഡൽഹിയിലൊക്കെ പിടിയുണ്ട്. പ്രിയ, എന്താ ഉണ്ണി? ഈ ഗെറ്റപ്പ് ഓൾമോസ്റ്റ് ഓക്കെ. അവാർഡ് കിട്ടാൻ ഇത് ഓക്കെ അല്ലേ? നന്നായിട്ട് സർ. ഇത് മതി. ഓക്കെ. അല്ലേ ഇതെങ്ങനെയുണ്ട്? എന്താ ഇത്? നോക്കിക്കോ. മാറി 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 ഇതിങ്ങനെ വെക്കട്ടെ. എന്താ നീ കാണിക്കുന്നത്? വെക്കട്ടെ. ഓക്കെ, ഇവിടുന്ന്. കൂടെ അവിടുന്ന്. ഇതൊക്കെ ഇത് വലിയ കഷ്ടാട്ടോ ഉണ്ണി. ഈ 40 വയസ്സുകാരനെ പിടിച്ചൊരു 80 വയസ്സുകാരന്റെ വേഷം കെട്ടിക്കുന്നത്. എന്റെ പൊന്നു പ്രിയ, ഒന്നും നോക്കണ്ട. അയാളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് സാറ്റലൈറ്റ്. അല്ലെങ്കിൽ ഞാൻ കയറി അഭിനയിക്കലായിരുന്നു അല്ലേ മോളെ? ഇതിവിടെ വെച്ചാൽ മതിയല്ലോ അല്ലേ? പ്രിയ റെഡി അല്ലേ? ഡേയ്, എന്താ പിന്നെ നോക്കാം. ആക്ഷൻ. പച്ച മനുഷ്യന്റെ കഴുത്തിന് വെക്കുമ്പോൾ തോറ്റുപോ. ഉണ്ണി വൺ മോർ. ഓക്കെ ഓക്കെ. ഉണ്ണി ഡയലോഗ്സ് ഒരു ഫ്ലോയിലല്ല. ഐ തിങ്ക് മാറ്റിയാൽ കൊള്ളാവുന്നുണ്ട്. Can I change dialogue? ഇല്ല സർ, നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. കറക്റ്റ് ആവും Sir, സർ, നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം. okay. One more try. Let's go. Clap in. One by one, take one. അവിടുന്ന് ട്രെയിൻ വന്നിട്ട് ട്രെയിനിൻ്റെ ഈ ക്രോസിംഗിൽ നമ്മൾ ക്യാമറ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ട്രെയിൻ പാസ് ചെയ്ത് ജസ്റ്റ് ഓപ്പണിംഗിൽ കുട്ടി മുമ്പിലേക്ക് ചാർജ് ചെയ്യണം. അപ്പം നിങ്ങൾ രണ്ടുപേരും കുട്ടിയെ പിടിക്കണം. കുട്ടി മുമ്പോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യണം. നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ പ്രിയ, ട്രെയിനിൻ്റെ ടൈം ആയിട്ടുണ്ട്. ആ സാറ്റലൈറ്റ് ഉറപ്പിക്കട്ടെ. ഓ സാറ് സംസാരിക്കും. എന്നാ ഞാനിപ്പോൾ വിളിക്കാം. ഹലോ, ആ പ്രിയ, ഞാൻ കേൾക്കാം. നമ്മൾ റെഡി അല്ലേ? ready, ഞാൻ ready. Okay. ഒരു 10 രൂപയുടെ കൂട്ടി തരണം. ആ, നല്ല എക്സ്പെൻസീവ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഞാനല്ലേ പറയണേ. സാർ, ഇത്ര സിനിമ ട്രെയിൻ വരുന്നുണ്ട്. ഓക്കെ, കമാൺ കമാൺ, ഗെറ്റ് റെഡി. ഓക്കെ സാർ. ഇതാ എപ്പോഴും പറയാറുള്ളത്, സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ് ഈ ഞാൻ. സിനിമയ്ക്ക് വേണ്ടി മരിച്ച ആളാണ്. ഇനി പറ, നമ്മളിൽ ആരാ കേമൻ? സാർ, നിങ്ങൾ ജയിച്ചു. പക്ഷെ ഞാൻ തോക്കില്ല. നമ്മുടെ നട്ടുകനച്ച ചെടി വളരും. അതിൽ കായ്കളും പൂക്കളും ഉണ്ടാകും. എന്ന് എപ്പോഴൊന്നും അറിയില്ല. പക്ഷെ അപ്പോഴും ജയിക്കുന്നത് നിങ്ങളായിരിക്കും. കാരണം ഇനിയുള്ള എൻ്റെ യാത്രകളിൽ എൻ്റെ ശക്തിയും ഊർജവും നിങ്ങളായിരിക്കും. നിങ്ങളെക്കുറിച്ചുള്ള ജ്വലിക്കുന്ന ഓർമ്മകളായിരിക്കും. ഉണ്ണിയേട്ടാ, KK സാറിന്റെ അളിയൻ വന്നിരുന്നു. സിനിമ അവര് വിട്ടു. ഇതുവരെ ചെലവായ കാശ് തിരിച്ചു കൊടുക്കണമെന്നാ പറയണത്. പടം ഇടയ്ക്ക് വെച്ച് നിന്ന പ്രൊഡ്യൂസറെ കാശ് പോകും, അത് പതിവുള്ളതല്ലേ? ഏയ്, ഇത് നമുക്കങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റില്ല. അദ്ദേഹം സിനിമ മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളെ രക്ഷിക്കാനാ ആ വലിയ മനുഷ്യൻ. ഉണ്ണി, മല്ലിപ്പൂക്കുള്ള പ്രൊഡ്യൂസർ TVയിലുണ്ട്. അമലിന്റെ ഡേറ്റിന് വേണ്ടി നടക്കുക. ഈ പടം അങ്ങേരെ ഏറ്റെടുത്തോളും. ഒന്ന് സംസാരിച്ചു നോക്കിയാലാ? നടക്കുകയാണെങ്കിൽ KK സാർ ഇറക്കിയ കാശ് തിരിച്ചു കൊടുപ്പിക്കുകയും ചെയ്യാം. അമലിനെ നായകനാക്കി ഒരു പടം ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഉണ്ണിക്കയളുടെ ഡേറ്റും ഉണ്ട്. പിന്നെ നിങ്ങൾ പടം തുടങ്ങിയതുമാണല്ലോ. അത് തന്നെയാ പ്രശ്നവും. നിനക്കറിയാലോ, സിനിമ അന്ധവിശ്വാസങ്ങളെ കൂടാരാ. ഞാനും അതിൻ്റെ ഭാഗമാണ്. പറയുന്നതിൽ വിഷമമുണ്ട്. നിന്നെക്കൊണ്ട് എങ്ങനെയാ ഉണ്ണി പടം ജയിക്കുക? ആദ്യ പടം നിർമ്മാതാവിനെ നീ കൈവച്ചു, അത് പോയി. ദേ ഇപ്പൊ രണ്ടാമത്തെ പ്രോജക്റ്റ് ഷൂട്ടിങ്ങിനിടെ നിർമ്മാതാവ് തന്നെ തട്ടിപ്പോയി. ഉണ്ണി, ഇനിയൊരു പരീക്ഷണത്തിന് ഞാൻ എങ്ങനെയാ ധൈര്യപ്പെടുക?
അച്ഛാ ഏയ് മൂന്നി കിടന്നു. അമ്മ അച്ഛന്റെ സിനിമ ഇനി ഉണ്ടാവില്ലേ? ഉണ്ണിയേട്ടാ, ഒരിക്കൽ എല്ലാം വിട്ടെറിഞ്ഞ് ഉണ്ണിയേട്ടൻ പോവാനൊരുങ്ങിയപ്പോ ഞാനാ തടഞ്ഞത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഉണ്ണിയേട്ടനൊന്ന് മാറി നിൽക്കുന്ന നല്ലത്. അതെ ഉണ്ണിയേട്ട, കുറച്ചു കാലത്തേക്ക് നമുക്കൊന്ന് തോറ്റു കൊടുക്കാം. അച്ഛാ, അച്ഛൻ ഇനി എപ്പോഴാ വരിക? വാ. ആ. അച്ഛൻ മുംബൈ ചെന്ന് ഒരു ജോലിയൊക്കെ ആയി അവധി കിട്ടുമ്പോൾ വരും. അമ്മയും മോനെയും കൊണ്ടുപോകും. ഫ്രണ്ട് വരുമോ സ്റ്റേഷനിലേക്ക്? ഇല്ല, വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അഡ്രസ് ഉണ്ടല്ലോ, തേടി പിടിക്കാവുന്നുള്ളൂ. സമയമായി. ഉണ്ണിയേട്ടാ, വാ കേറ്. ഇല്ല, ഞാൻ ടൗണിലേക്ക്. എവിടെ വേണേലും വിട്ടുതരാം. കേറ് ഉണ്ണിയേട്ടാ. റഫീഖ് എന്താ ക്യാമറ സെക്ഷൻ വിട്ടോ? ഫുഡുകാരുടെ കൂടെ? ഇല്ല ഉണ്ണിയേട്ടാ, ഞാൻ ലൈറ്റ് മീറ്റർ എടുക്കാൻ റൂം വരെ പോയതാ. ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടാ? വർക്ക് വല്ലതും ഉണ്ടോ? ഞാൻ പോവാടെ. ഈ സിനിമയും ഒറ്റപ്പാലമൊക്കെ വിട്ട്. എന്താ ഉണ്ണി നീ പറയുന്നത്? തലയ്ക്ക് ഭ്രാന്തായ? ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭ്രാന്താവും. സീരിയസ് ആയിട്ടാ? സീരിയസാ, വളരെ സീരിയസ്. രാജേട്ടാ, വണ്ടി നിർത്ത്. നിർത്ത്.